ഏത് ഇബാദത്തിലുള്ള ഒരു കാര്യമുണ്ട്. നിസ്കാരമാണെങ്കിലും ശരി, നോമ്പാണെങ്കിലും ശരി, ബാത്റൂമിൽ കയറലാണെങ്കിലും ശരി, പള്ളിയിൽ പ്രവേശിക്കലാണെങ്കിലും ശരി, വാഹനത്തിൽ കയറലാണെങ്കിലും ശരി, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിലൊക്കെ അനുവർത്തിക്കേണ്ട, ഇതിലൊക്കെ പുലർത്തേണ്ട ഒരു ഇബാദത്തുണ്ട്. അതേതാ? അതാണ് ഇബാദത്തിന്റെ മജ്ജ, മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജ. മറ്റൊരു ഹദീസില് ഹുവൽ ഇബാദ, അത് തന്നെയാണ് ഇബാദത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അത് വേറൊന്നുമല്ല, ദുആ, പ്രാർത്ഥന. പ്രാർത്ഥന, സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥനയാണ്, നിസ്കാരം പ്രാർത്ഥനയാണ്, നോമ്പ് പ്രാർത്ഥനയാണ്, ഹജ്ജ് പ്രാർത്ഥനയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ മിതത്വം പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ കഷ്ടപ്പെട്ട് നിലവിളിച്ച് അള്ളാഹുവിനെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മിതത്വം പഠിപ്പിച്ചത്, എനിക്ക് മിതത്വം പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറുകയാ. ഞങ്ങൾ നിരവധി സഹാബാക്കളുണ്ട്, അഷ്റഫുൽ ഖൽഖ് മുന്നിൽ നടക്കുകയാണ്. അവിടുത്തെ ഓരോ ചുവട്ടടികൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ പിന്നാലെ നടന്നു വരുമ്പോൾ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുന്നു. അതിലൂടെ ഞങ്ങളും അതാ പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നിട്ട് പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരികയാ. ആ സമയത്ത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വികാരം വന്നു, ഞങ്ങൾക്ക് വല്ലാത്ത ഒരു വികാരം വന്നു. മഹാനായ ഇബ്നു അബ്ബാസ്, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് അല്ല, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ഹല്ലൽനാ വകബ്ബർനാ വർതഫഅത് അസ്വാതുനാ, ഞങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട്, ഞങ്ങളുടെ ശബ്ദം ഉയരത്തിലാക്കിക്കൊണ്ട്, ഞങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഉച്ചത്തിലാക്കിക്കൊണ്ട് പർവ്വതങ്ങളിലെ ഓരോ പാറക്കെട്ടുകൾ പോലെ കിടുകിടാ വിറയ്ക്കുന്ന നിലയിൽ, പർവ്വതങ്ങളിലെ ഓരോ പാറക്കഷണങ്ങൾ തെറിച്ചു പോകുന്ന നിലയിൽ, ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ ഇങ്ങനെ ഉയർത്തുന്ന നിലയിൽ, ഹല്ലൽനാ, ഞങ്ങൾ തഹ്ലീൽ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കബ്ബർനാ, ഞങ്ങൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ തഹ്ലീലും തക്ബീറും അത്യുച്ചത്തിൽ ചെല്ലാൻ തുടങ്ങി. പർവ്വതത്തിന്റെ മുകളിലുള്ള പാറക്കെട്ടുകൾ പിടുകിടാ വിറയ്ക്കുന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങനെ ഉറക്കെ തക്ബീർ തഹ്ലീലും ചെല്ലാൻ തുടങ്ങിയപ്പോ കാരുണ്യത്തിന്റെ ദൂതർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഞങ്ങളോട് പറയുകയാണ്, ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബാ, പടച്ചവന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട പള്ളത്തൂരിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, എങ്ങനെയാണ് പടച്ചവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നിറവേറ്റാൻ വേണ്ടി കരങ്ങൾ നീട്ടേണ്ടത്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നക്കും ലാ തദ്ഊന അസമ്മ വലാ ഗായിബാ, നിങ്ങൾ വിളിക്കുന്ന പടച്ചതമ്പുരാ ബധിരനല്ല, അവന് ചെകിട് കേട്ടുകൂടാത്ത പൊട്ടനല്ല സഹാബത്തെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, വലാ ഗായിബാ, കാണാൻ പറ്റാത്ത വിദൂരതയിൽ കണ്ണും നട്ടിരിക്കുന്ന ദൈവമല്ല നിങ്ങൾ വിളിക്കുന്ന പടച്ചതമ്പുരാ. സർവജ്ഞനായ, സർവഗുണ സമ്പൂർണനായ, സർവാധിനാഥനായ, സർവലോക സൃഷ്ടിസ്ഥിര സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ അല്ലാഹ്, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ഗതിവിഗതികളെ തിരിച്ചറിയുന്ന അല്ലാഹ്, ഒളിക്കണ്ണുകൊണ്ടുള്ള കടക്കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടമറിയുന്ന അല്ലാഹ്, ഈ പടച്ചതമ്പുരാനെയാ നിങ്ങൾ വിളിക്കുന്നത്. അല്ലാതെ ചെകിട് കേട്ടുകൂടാത്ത ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്, എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെയല്ല നിങ്ങൾ വിളിക്കുന്നത്. ഇന്നമാ തദ്ഊന സമീഅൻ ബസീറൻ ഖരീബാ,
നിങ്ങൾ വിളിക്കുന്ന പടച്ചതമ്പുരാനുണ്ടല്ലോ, നിങ്ങൾ വിളിക്കുന്ന ഇലാഹുണ്ടല്ലോ, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ദൈനംദിനം നൈരന്തര്യം നിങ്ങൾ തേടുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബാരാണ്. ഇന്നമാ തദ്ഊന സമീആ, അവന് ചെകിട് കൂടാതെ കേൾക്കുന്നവനാണ്, ബസീറ കണ്ണുകൂടാതെ കാണുന്നവനാണ്, ഖരീബാ അവൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ വിശുദ്ധമായ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രഖ്യാപനം ഇന്ന് അന്വർത്ഥമാകുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് ഇന്നത് പറയാനുള്ള കാരണമെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ഒരു ആയത്തുണ്ട്. എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി ദുആ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാ. സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം, നോമ്പ് പിടിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം, ഹജ്ജും ഉംറയും എങ്ങനെ ചെയ്യണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. ഒരു പെണ്ണെങ്ങനെ നടക്കണം, ഒരു പെണ്ണെങ്ങനെ ചിരിക്കണം, ഒരു പെണ്ണെങ്ങനെ കരയണം, ഒരു പെണ്ണെങ്ങനെ തിന്നണം, ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ തുണി ഉടുക്കണമെന്ന് പഠിപ്പിക്കുന്നതാ പരിശുദ്ധ ഇസ്ലാം. ആ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. നമുക്ക് എന്തെങ്കിലും കടത്തിക്കൂട്ടാനുള്ളതല്ല, ഉള്ളതിനെ വെട്ടിച്ചുരുക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. എന്റെ ചെറുപ്പക്കാരാ, അജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിസ് ബിഹാ വബ്തഗി ബൈന ദാലിക സബീലാ. അല്ലാഹ് പറയുകയാണ്, വലാ തജ്ഹർ ബിസ്വലാതിക, നീ ദുആ ചെയ്യുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കേണ്ട കാര്യമില്ല, നീ കിടന്ന് ഉറക്കെ വിളിക്കേണ്ട കാര്യമില്ല. വലാ തുഖാഫിത് ബിഹാ, അതുകൊണ്ട് നീ പതുക്കെയുമാക്കണ്ട എന്ന് പറഞ്ഞ ദുആയുടെ വിഷയത്തിൽ അങ്ങേ അറ്റവും വേണ്ട ഇങ്ങേ അറ്റവും വേണ്ട. പിന്നെ എന്താണ് നീ സ്വീകരിക്കേണ്ട നിലപാടെന്നറിയോ? വബ്തഗി ബൈന ദാലിക സബീലാ, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വഴിയാണ് നീ തേടേണ്ടത്. സഹോദരങ്ങളെ, നിലവിളിച്ച് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചാലേ നമ്മുടെ പടച്ചവനെ കേൾക്കൂ എന്ന ധാരണ വേണ്ട. നേറുന്ന നൂറ് സങ്കീർണമായ പ്രശ്നങ്ങളെ ഹൃദയത്തിനെ മുറിക്കുന്ന സമയത്ത്, സങ്കടപ്പെട്ട് കണ്ണുനീര് കവിൽത്തടത്തിലൂടെ ചാലിട്ടൊഴുകുന്ന സമയത്ത്, അള്ളാന്റെ മുന്നിലേക്ക് നിന്റെ കരങ്ങളെ നീട്ടിയിട്ട് പടച്ചതമ്പുരാന്റെ നേരെ കരങ്ങളെ നീട്ടിയിട്ട് ചോദിക്കുമ്പോ ലോകം മുഴുവനും അറിയേണ്ട ചെറുപ്പക്കാരാ, നീ വിളിക്കുന്നത് അല്ലാഹുവിനെയാണ്. അവന്റെ പ്രത്യേകത സമീആണ്, അവന് ബസീറാണ്, അവന് ഖരീബാണ്, അവൻ അസമ്മല്ല, അവന് ഗായിബല്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല ഉച്ചത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. എന്നാ നിങ്ങൾ തീരെ പതുക്കെയുമാക്കണ്ട, അങ്ങേ അറ്റവും വേണ്ട ഇങ്ങേ അറ്റവും വേണ്ട. കാരണം എന്തെന്നറിയോ? ദുആയുടെ വിഷയത്തിൽ അല്ലാഹു പറയുന്നു, വബ്തഗി ബൈന ദാലിക സബീലാ, അത് രണ്ടിന്റെയും ഇടയിലുള്ള മിതത്വമായ ശൈലിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അങ്ങേ അറ്റവും വേണ്ട ഇങ്ങേ അറ്റവും വേണ്ട. ചില ആളുകളെ ദുആയ്ക്ക് വന്നാൽ, ഞാൻ ചില ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ആരുടെയെങ്കിലും കാര്യമല്ല ഈ പറയുന്നത്. നമ്മുടെ പടച്ചവന് അങ്ങേ അറ്റം വിവരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാ, ഇന്നാക്ക് പാസ്പോർട്ട് കൊടുക്കണം തമ്പുരാനെ, അവന് ആധാർ കൊടുക്കണം തമ്പുരാനെ, ലൈസൻസ് കൊടുക്കണം തമ്പുരാനെ, റേഷൻ കാർഡ് കൊടുക്കണം തമ്പുരാനെ, ഇത് അവനാവശ്യമായതൊക്കെ നീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിഞ്ഞൂടെ? ഇതെല്ലാം മടുപ്പുണ്ടാക്കരുത് ആർക്കും ദുആ ചെയ്തിട്ട്, ആർക്കും മടുപ്പുണ്ടാക്കരുത്. ഇവിടെ നോക്കൂ, പ്രസംഗത്തിന്റെ വിഷയത്തിലാ പറഞ്ഞത്. 2 മണിക്കൂർ പ്രസംഗം, അൽഹംദുലില്ലാ. 2 മണിക്കൂറിന് വേറൊരു സൈക്കോളജി ഉണ്ട്. എന്താണെന്നറിയോ? 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധയെ ഏകാഗ്രതയിൽ പിടിച്ചിരുത്താൻ കഴിയില്ലെന്നാണ്. അതുകൊണ്ടാണ് സിനിമ എത്ര മണിക്കൂർ അറിയില്ല, 2 മണിക്കൂർ അല്ലേ? സിനിമകളൊക്കെ 2 മണിക്കൂറാണ്. അതെന്താ കാരണം? ഒരു മനുഷ്യന്റെ ബുദ്ധിയെ കൃത്യമായി പിടിച്ചിരുത്താൻ കഴിയുന്നത് 2 മണിക്കൂറാണ്. ഇതാര് തുടങ്ങി വെച്ചതാ പ്രസംഗം? നിങ്ങൾ നോക്ക്, എല്ലാ ആളുകളും പ്രസംഗിക്കുന്ന 2 മണിക്കൂറല്ലേ? സമസ്തക്കാരും അല്ലെങ്കിൽ അഖിലേന്ത്യാ സുന്നിക്കാരും അല്ലെങ്കിൽ മുജാഹിദാരും പിന്നെ അറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ പറയുന്ന രീതിയിൽ എല്ലാ ഉസ്താദന്മാരും പ്രസംഗിക്കുന്ന 2 മണിക്കൂറാണ്. ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദ ഒരു കാലഘട്ടത്തിലെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം
ഓടി നടന്ന് പ്രസംഗിച്ചിരുന്ന പ്രസംഗവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ട് നടന്ന മഹാനവറുകൾ അതിനുശേഷം ഒരൊറ്റ പ്രഭാഷകർക്കും അത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പ്രവൃത്തിയും പ്രസംഗവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മഹാനായ പണ്ഡിതനായിരുന്നു തഴവ. നവ്വറല്ലാഹു മർഖദ. തഴവ എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കിഴക്കുമാറി ഒരു പ്രദേശമാണ്, ഒരു ചെറിയ പ്രദേശം. അദ്ദേഹം വാച്ചും മൊബൈൽ അന്നില്ലല്ലോ, ആ കാലഘട്ടത്തിൽ മൊബൈൽ ഇല്ല, വാച്ചൊന്ന് നോക്കണ്ട, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങി. ദുആ കഴിഞ്ഞ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറാവും. അദ്ദേഹത്തിന്റെ കറാമത്ത് തന്നെയായിരുന്നു. 2 മണിക്കൂർ. ആർക്കും ഒരു മുഷിപ്പും വേണ്ട, മടിപ്പും വേണ്ട. എന്താ നമുക്ക് പറയാനില്ലാത്തത് കൊണ്ടാണോ? ഓരോ ആയത്തുകൾ അടുത്തടുത്ത ആയത്തുകൾ പറഞ്ഞാൽ നമുക്ക് വെളുക്കുന്നത് വരെ പ്രസംഗിക്കാം. ഈ വെളുക്കുന്നത് വരെ പ്രസംഗിച്ചാലുള്ള പ്രശ്നം എന്താണ്? ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ അല്ലാഹു ഒന്ന് നിർത്തിയെങ്കിലും നിർത്തി. ഇയാൾ നിർത്താതെ നമ്മൾ പോകുന്നത് എങ്ങനെ? ഇയാൾ നിർത്താതെ മൈക്ക് ഓഫ് ആക്കിയിട്ട് മൈക്ക് സെറ്റുകാരന് പോകാൻ പറ്റില്ല. ഇതൊന്ന് നിർത്തിയിട്ട് ഇതൊക്കെ വാരി വെച്ചിട്ട് വേണം സംഘാടകർക്ക് പോകാൻ. ഇങ്ങനെ മറ്റുള്ളവരെ മടുപ്പിച്ചുകൊണ്ട് ഒന്നും വേണ്ട. അതാണ് പറഞ്ഞ അബൂ മൂസ അല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂൽ ഞങ്ങളോട് പ്രസംഗിക്കുന്നത് പോലും സമയവും സന്ദർഭവും നോക്കിയിട്ടാ, ഞങ്ങൾക്ക് മുഷിപ്പുണ്ടാകാതിരിക്കാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഒരു സഹാബിയാണ്. അതും സീനിയറായ ഒരു സഹാബി, പ്രമുഖനായ സഹാബി. ആ സഹാബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള സന്ദേശം അങ്ങേയറ്റവും വേണ്ട ഇങ്ങേയറ്റവും വേണ്ട, രണ്ടിന്റെയും ഇടയിലുള്ള മിതത്വ സമീപനം. അതാണ് ഖുർആൻ നമ്മളെ പ്രത്യേകിച്ച് പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. നിങ്ങൾ മധ്യ സമൂഹമാണ്, നിങ്ങൾ മിതത്വം കാണിക്കേണ്ട സമുദായമാണ്. പ്രാർത്ഥനയിൽ പോലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾക്ക് മിതത്വമാണ് നല്ലത്. ലാ തജ്ഹർ, ഒച്ചത്തിൽ കിടന്ന് നിലവിളിക്കേണ്ട. എന്റെ പടച്ചോരേ എന്നെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും കേൾക്കാതെ ഇപ്പൊ ഞാനിപ്പോ പ്രസംഗം കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ടല്ലോ, സാധാരണ സദസ്സിന്റെ ഒരു നീതിയാണ്. ഞാന് ഇങ്ങനെ പതുക്കെ, ആരും കേൾക്കാതെ ഞാൻ ഇങ്ങനെ പതുക്കെ ദ്വാരെന്നാൽ നിങ്ങൾ എന്താ കൈ വെച്ചോണ്ടിരിക്കുക? ഇനി നിങ്ങളെല്ലാവരുടെയും ഈ അരോചക ഉണ്ടാക്കുന്ന നിലയിൽ ഞാൻ ഒച്ചത്തിൽ വിളിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇത് രണ്ടിന്റെയും ഇടയിൽ മിതത്വം പാലിക്കണം. ഞാൻ അങ്ങനത്തെ ഒരു പ്രവാചകൻ അള്ളാഹു ഉത്തരം കൊടുത്തതിന്റെ കഥ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഖുർആനാണ്. അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഏത് പ്രവാചകനാണ്? മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായിരുന്നു. ഏതാ ബൈത്തുൽ മുഖദ്ദസ്? ചുഴലി അബ്ദുള്ള മൗലവി എന്ന സലഫി പണ്ഡിതൻ പഠിപ്പിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് അല്ല. ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ പഠിപ്പിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് അല്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് ഹമാസിന് കിട്ടരുത്, ജൂതന്മാർക്ക് കിട്ടിയാലും എന്നാണ് ചുഴലി മൗലവിക്ക് പറയാനുള്ളത്. ഞാൻ അന്ന് തന്നെ ഈ വിഷയം അറിയുമ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. അയാളുടെ സ്ഥലത്തിന്റെ പേര് പോലെ തന്നെ അയാൾക്ക് എന്തോ രോഗമുണ്ട്, ചുഴലിയുടെ രോഗം. അതാ പ്രശ്നം. പാവപ്പെട്ട ഫലസ്തീനിലെ പൊന്നുമക്കള് പെടഞ്ഞു വീഴുമ്പോൾ, ചോര കുഞ്ഞുങ്ങൾ പെടഞ്ഞു മരിക്കുമ്പോൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരായ ഇസ്രയേൽ സയനിസ്റ്റുകൾ കൊന്നൊടുക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ പൊന്നുമക്കളുടെ ചോരയുടെ നിറം നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. നമ്മുടെ കാതുകളിൽ നിന്ന് ആ പൊന്നുമക്കളുടെ രോദനം മായുന്നില്ല. അതൊക്കെ അറിയണമെങ്കിലേ ഈ പള്ളത്തൂർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഗതി വരണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവൂ, അല്ലാതെ നമുക്ക് തിരിയൂല. ആരാന്റെ മക്കൾക്ക് വരുന്നത് വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ട് പത്രങ്ങളിൽ വായിച്ചിട്ട് ഓ അങ്ങനെയാണോ ഇപ്പൊ അവിടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാർത്ത വായിക്കുന്ന ലാഘവമേ ഉണ്ടാവുള്ളൂ. ആരാന്റെ കുടുംബത്തിൽ വരുന്നത് നമുക്ക് വാർത്തയും സ്വന്തം കുടുംബത്തിൽ വരുന്നത് വേദനയുമാകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകാത്തത് കൊണ്ടാ. അള്ളാഹു ഈമാനും വിശ്വാസവും ഇസ്തിഖാമത്തും ഇഖ്ലാസും നൽകി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം. വലിയ പദവി അല്ലാഹു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടാവൽ.
ഒരു കുഞ്ഞുകാല് കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയ. പക്ഷെ മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള 3 കാരണങ്ങൾ എന്നിലുണ്ട്. മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, മക്കൾ ഉണ്ടാകാൻ വലിയ പ്രയാസമുള്ള 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് തമ്പുരാനെ. അതിൽ ഒന്നാമത്തേത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം തന്നെ പറയുകയാണ്, റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി. പടച്ചവനെ, എന്റെ എല്ലുകളെല്ലാം നുരുമ്പിപ്പോയിരിക്കുകയാണ്, എന്റെ എല്ലുകൾക്കെല്ലാം ബലം കുറഞ്ഞിരിക്കുകയാണ്, എല്ലുകളൊന്നും എഴുന്നേറ്റൊന്നും നിൽക്കാൻ പറ്റാത്ത നിലയിൽ ക്ഷയിച്ചു പോയിരിക്കുകയാണ്. മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റൊന്നും നിന്നാലല്ലേ കഴിയൂ, അതിനുള്ള ആരോഗ്യം എനിക്കില്ല അല്ലാ. രണ്ടാമത്തേത് എന്റെ തലമുടിയെല്ലാം വെള്ള വീശിയിരിക്കുകയാണ്, എന്റെ തലമുടിയെല്ലാം നരച്ചിരിക്കുകയാണ്, വല്ലാതെ നര എന്നെ പിടികൂടിയിരിക്കുകയാണ്, പ്രായാധിക്യം വന്നിരിക്കുകയാണ്. പടച്ച റബ്ബേ, മൂന്നാമത്തെ എന്റെ പ്രതികൂല അവസ്ഥ ഏതെന്നറിയോ? വകാനത് ഇംറഅതി ആഖിറാ. സൂറത്തു മറിയമിലെ കാണാ. എന്തേ ഈ സംഭവം സൂറത്തു മറിയമിൽ അല്ലാഹു കൊണ്ടുവന്നതെന്നറിയോ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് മറിയം ബീവി. ഹന്നാ ബീവി എന്ന മറിയം ബീവിയുടെ ഉമ്മയുണ്ടല്ലോ, ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നാ ബീവിയുടെ അനുജത്തിയാണ് സക്കരിയ നബിയുടെ ഭാര്യ. ആ ഒരു ബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നത് ജ്യേഷ്ഠത്തിയുടെ മകളുടെ അധ്യായത്തിൽ തന്നെയാണ് പടച്ചവൻ ചേർത്ത് വെച്ചത്. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയി, എന്റെ തലമുടിയെല്ലാം നരച്ചുപോയി. 2 കാരണങ്ങൾ എനിക്കാണെങ്കിൽ ഇനി മൂന്നാമതൊരു കാരണം എന്റെ പ്രിയപ്പെട്ടവൾക്കാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആഖിറത്താണ് പടച്ചവരെ. പ്രസവിക്കാത്ത ഭാര്യ, അവള് പ്രസവിക്കൂല, അവള് ഗർഭം ധരിക്കൂല, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കൂല. ആ നിലയിൽ പ്രസവിക്കാത്ത ഒരു പെണ്ണാ. പക്ഷെ അല്ലാഹുവേ, നിന്നോട് ഞാൻ ദുആ ചെയ്തിട്ട് വലമ്മകും ബിദുആയിക റബ്ബി ശഖിയാ, എന്നാലും നിന്നോട് ഇന്ന് വരെ ഞാൻ ദുആ ചെയ്തിട്ട് ഇന്നേ വരെ എനിക്ക് പരാജയം പറ്റിയിട്ടില്ല അല്ലാ. നിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ട് ഇന്നേ വരെ എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അല്ലാ. നീട്ടുന്ന കൈ വലിക്കും മുമ്പ് നീ എനിക്ക് അനുഗ്രഹങ്ങളുടെ പ്രവാഹം ചൊരിഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് ഫഹബിലി മില്ലദുൻക വലിയാ, എനിക്ക് നീ ഒരു അനന്തരാവകാശിയെ തരുവോ? ആകാശത്തിന്റെ കോണുകളിൽ അള്ളാന്റെ മറുപടിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാം കാതുകൂർപ്പിക്കുകയാ. അതാ വരും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ജിബ്രീലിന്റെ വിളി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. യഹ്യാ നബി അലൈഹിസ്സലാം എന്ന പൊന്നുമോനെ കൊടുക്കുന്ന സന്തോഷ വാർത്ത വരികയാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യാ എന്ന ഒരു മകനെ കൊടുത്തു. ആ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബിയും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമായിരുന്നു. സഹോദരങ്ങളെ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഭാര്യ പ്രസവിക്കാത്തവളായിരുന്നിട്ട് എല്ലുകൾക്ക് ക്ഷയം വന്നിട്ട് ആ തലമുടി നരച്ചു പോയിട്ട് അല്ലാഹു സന്താനങ്ങളെ കൊടുക്കുമ്പോ ആ പ്രാർത്ഥന എന്ത് വീര്യമുള്ളതായിരുന്നു, ആ പ്രാർത്ഥനയ്ക്ക് എന്ത് വീര്യമായിരുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. പ്രാർത്ഥനയ്ക്കുള്ള വീര്യം എന്തായിരുന്നു? അല്ലാഹു ആദ്യം ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയുടെ രീതി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ എന്നത് ഏത് കോലത്തിലെന്നറിയോ? അതിനെ അവലംബിച്ചോ? മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും, മക്കളെ കിട്ടും, ഒരു സംശയവും വേണ്ട. മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് മക്കളില്ലാത്തവർ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ആ ദുആ ഓതിയാൽ മതി എന്നാണ്. റബ്ബി ഇന്നി റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. മറ്റൊരു സൂറയിൽ കാണാം, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ ദുആ നിർവഹിച്ചാൽ അല്ലാഹു മക്കളെ തരുമെന്നാണ്.
പ്രസവം നിർത്തിയിട്ട് എന്ന് ദ്വാരക്കരുത്. അള്ളാഹുവിന്റെ കുദറത്തുണ്ടാവണം. ആ കുദറത്ത് സക്കരിയ നബിക്ക് ഉണ്ടായെന്നായി പറഞ്ഞ് ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ദ്വാരന്നിട്ട് കാര്യമില്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയുടെ രീതി എന്തായിരുന്നു എന്ന് അല്ലാഹ് ഖുർആനിൽ പറയാൻ. സക്കരിയ നബി എങ്ങനെ ദ്വാരുന്നത്? ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് അതാണ്. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. അച്ചടക്കത്തോടെ ഖഫിയ, അത്യുച്ചത്തിൽ കിടന്ന് നിലവിളിക്കാതെ, അദബില്ലാത്ത നിലയിൽ ബഹളം വെക്കാതെ, ഒരു മിതത്വമുള്ള രീതിയിൽ ഖഫിയ. ആ രീതിയിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു ഉത്തരം കൊടുത്തു. എന്ത് അത്ഭുതമാ അല്ലാഹു ഈ ലോകത്ത് കാണിച്ചത്. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ കിട്ടിയ അത്ഭുതം പിടിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ കിട്ടിയത് അത്ഭുതമേ അല്ല. കാരണം ഇബ്രാഹിം നബിക്ക് ആരോഗ്യമുണ്ട്. കാരണം ഇസ്മായിൽ നബി ഉണ്ടായതിനു ശേഷം എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കൂടി കഅബയുടെ നിർമ്മാണം നടത്തുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അതിന്റെ മുകളിൽ കയറി നിന്ന് കല്ലെടുത്ത് വെക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അപ്പൊ ഇബ്രാഹിം നബിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും ഉള്ളതാർക്കാ? സക്കരിയ നബിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സക്കരിയ നബിക്ക് മക്കളെ കിട്ടിയത്, യഹ്യ എന്ന മകനെ കിട്ടിയത് അത്ഭുതം തന്നെയാണ്. അതിന് കാരണം എന്താണ്? ദുആയാണ്. ആ ദുആയുടെ മര്യാദ ഏതാണ്? ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ വബ്തഗി ബൈന ദാലിക സബീല, മിതത്വം പാലിക്കുക. അല്ലാഹുവിനോട് ദുആരക്കുമ്പോ പ്രാസവപ്പിച്ച് ദുആരക്കുന്നത് റസൂൽ നിരോധിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാസവപ്പിച്ചുകൊണ്ടുള്ള ദുആ അതൊക്കെ പരിധി വിട്ട ദുആയാണ്. അതൊന്നും പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രീതികളെ കൃത്യമായി നമ്മൾ അംഗീകരിക്കുകയും അവലംബിക്കുകയും ചെയ്താൽ അല്ലാഹു നമുക്ക് കൃത്യമായി അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. ആ ഉത്തരം ലഭിക്കുന്ന സാലിഹീങ്ങൾ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര പതുക്കെ ആയാലും, എത്ര ഉറക്കെ ആയാലും, എത്ര ഒതുവെടുത്താലും, ഏത് പള്ളിക്കകത്തിരുന്ന് ദ്വാരെന്നാലും സ്വീകരിക്കണമെങ്കിൽ ഒരൊറ്റ നിബന്ധന കൂടി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു, നബിയെ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഇപ്പൊ ജിഫരി തങ്ങൾ വന്നു, ഇവിടെ പുത്തൂര് തങ്ങൾ വന്നു, നാളെ കുന്നുംകൈ തങ്ങൾ അല്ലേ കുന്നുംകൈ തങ്ങളെ മോന തങ്ങന്മാരൊക്കെ വരുമ്പോ ദ്വാരക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. നമുക്ക് എന്തോരം കാര്യങ്ങൾ പറയാനുണ്ട്. ഭാര്യയുടെ വിഷയം പറയാനില്ലേ? മക്കളുടെ വിഷയം പറയാനില്ലേ? നമ്മുടെ ബിസിനസിന്റെ കാര്യം പറയാനില്ലേ? ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ട് നിൽക്കാൻ സയ്യിദിനോ അല്ലെങ്കിൽ ദുആക്ക് ഉത്തരമുള്ള മഹാന്മാരായ ഉലമാഇനോ സമയമുണ്ടോ? ആ സമയമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരാളുടെ കാര്യം മാത്രമല്ലല്ലോ കേൾക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞുതരാം. മഹാന്മാരെ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കേണ്ട രീതി പഠിപ്പിച്ചു തരാം. അത് ഞാൻ പഠിപ്പിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്ന് മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഏത് മഹാന്മാരെ കണ്ടാലും, എന്റെ തങ്ങളെ 2-3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം അലക്ഷ്യമായിട്ടായിരിക്കും കേൾക്കുക. അദ്ദേഹത്തിന്റെ യാത്രാ ക്ഷീണമോ അല്ലെങ്കിൽ തിരക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലോ ഒക്കെ ഉള്ളപ്പോ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കാണുമ്പോ പറയേണ്ടത്, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. നല്ല ടെക്നിക്കല്ലേ? ആരെ കണ്ടാലും പറയണം, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല, നിങ്ങൾക്ക് കേൾക്കാനും സമയമില്ല. എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരന്നാ മതി. ഇത് സഹാബത്തിന്റെ രീതിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. എന്താ ദുആ ചെയ്യേണ്ടത്? എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വീകരിക്കാൻ നീ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? അതിബ് മത്അമക. കേട്ടോ? എല്ലാരും കേട്ടെ?
ഇവിടത്തെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഉമ്മത്ത് മുഹമ്മദിന്റെ മുഴുവൻ പ്രശ്നത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നീ നിന്റെ ഭക്ഷണം ഹലാലാക്ക് എന്ന തക്കുൻ മുസ്തജാബ് ദഅവ, നിന്റെ ഉത്തരം അല്ലാഹു സ്വീകരിക്കും. ഇത് കർണാടകയല്ലേ? അപ്പൊ ഇവിടെ ലോട്ടറി ഉണ്ടാവില്ല, ഇവിടെ ലോട്ടറി ഉണ്ടാവില്ല. കേരളത്തിന്റെ ബോർഡർ അല്ലേ, അപ്പൊ ലോട്ടറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ആളുകൾ പറയുന്നത് ലോട്ടറി കൂടുതലാണ്. ആരാ എടുക്കുന്നത്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ എടുക്കുന്നത്. ഇവിടെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കാണ്. കാരണം കർണാടകയാണ്, കേരളത്തിന്റെ ബോർഡറാണ്. എങ്കിലും അവിടെ എവിടെയെങ്കിലൊക്കെ ചിലപ്പോ ഉണ്ടായെന്ന് വരാം, അങ്ങനെ എടുക്കുന്നവരുണ്ടാകാം. രാവിലെ എടുത്തു, അൽഹംദുലില്ലാഹ്, വൈകുന്നേരം അടിച്ചു. എന്തൊരു ബറക്കത്തായിരുന്നു. ഓരോരുത്തർ ടിക്കറ്റ് എടുത്തിട്ട് യാസീന്റെ ഇടയിൽ കയറ്റി വയ്ക്കുക, സ്വീകരിക്കുക, പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. സൂറത്ത് യാസീന്റെ ഇടയിൽ കയറ്റി വയ്ക്കുക. എടുത്ത ലോട്ടറി അടിക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ എവിടെയൊക്കെ നേർച്ചയാക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഒരൊറ്റ കാര്യം, ലോട്ടറിയുടെ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരൊറ്റ കാര്യം പറയാം. ഈ കണ്ട മുഴുവൻ ജനങ്ങളോടും ചെന്ന് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ അതിൽ നിന്ന് ഒരീത്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവിൽ നിന്റെ വയറ്റിൽ ഭക്ഷണം പോയാൽ ആ ഭക്ഷണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ നിന്റെ സിരകളിൽ ഓടുന്ന കാലത്തോളം നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. നീ പോയി ബ്ലഡ് മാറ്റി ഡയാലിസിസ് ചെയ്യ്. അള്ളാഹുവിന് ഇഷ്ടം കൂടുന്നവർക്ക് ഡയാലിസിസ് ചെയ്യാൻ അവസരം കൊടുക്കും. എന്താ കാര്യം എന്നറിയോ? ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് കയറ്റിയ. കാരണം ഈ കിടക്കുന്ന ബ്ലഡിൽ ലോട്ടറി കയറിയിട്ടുണ്ട്. വേണോ? അതുകൊണ്ട് ലോട്ടറി എടുപ്പ് അവസാനിപ്പിക്കണം. നാളെയാണ്. ഇതാണ് ഈ ലോട്ടറിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാലും നാളെയാണ് എന്ന് പറഞ്ഞാ അടിക്കൂല നിനക്ക് ഈ അടുത്തൊന്നും. നീ ഏത് മക്കാമിൽ കൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ്, ഒരു ദിവസം അടുത്ത് നിന്ന് ഒരാൾ സുജൂദ് ചെയ്തപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് ലോട്ടറി താഴെ മുസല്ലയിൽ വീഴാണ്. പിന്നെ എണീറ്റ് വന്നപ്പോഴാണ് ഇയാൾക്ക് അതെടുത്ത് മറയ്ക്കാൻ പെടുന്ന ഒരു പ്രയാസം. നമ്മുടെ സമുദായത്തിൽ അങ്ങനെ പാടില്ല. ഭർത്താക്കന്മാര് ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ഭാര്യമാര് പറയണം, നിങ്ങൾ തിന്നോളി, ഞങ്ങൾക്ക് തരരുത്. എന്നാലും പ്രശ്നമാണ്. ഇയാള് തിന്ന രക്തത്തിലൂടെയാണ് രേതസ്കണ ഉണ്ടാവുക, ബീജത്തുള്ളി. ആ ബീജത്തുള്ളി നമ്മുടെ ഗർഭാശയത്തിൽ പോയി നമ്മൾ പ്രസവിക്കുന്നത് മുഴുവനും ഈ ലോട്ടറിയിൽ നിന്നുണ്ടായ നിസ്സാര കാര്യമല്ല. ഞാൻ അടിവരയിട്ട് പറയാം, നിസ്കാരം നിങ്ങൾക്കില്ലേ? നമ്മുടെ റബ്ബ, നമ്മുടെ പടച്ചോന ബെന്യാമിൻ നെതന്യാഹുവിനെ പോലെയോ ജോ ബൈഡനെ പോലെയോ ഫാസിസ്റ്റുകളെ പോലെയോ നാസിസ്റ്റുകളെ പോലെയോ സൈനിസ്റ്റുകളെ പോലെയോ ഭീകരനല്ല അല്ലാഹ്. നിസ്കാരമില്ലെങ്കിൽ ചിലപ്പോ അല്ലാഹ് പുറത്തു തന്നേക്കാം. നിസ്കാരമില്ലെങ്കിൽ അല്ലാഹ് പുറത്തു തന്നേക്കാം. നോമ്പ് പിടിച്ചില്ല, നമ്മുടെ റബ്ബാണ്, എന്റെ റബ്ബാണ്. എന്നെ ഞാനാക്കി എന്റെ പടച്ചവൻ, എന്നോട് കരുണ കാണിക്കുന്ന എന്റെ അല്ലാഹ് പൊറുക്കാം. ഹജ്ജിന് പോയില്ല, അല്ലാഹ് പൊറുത്തേക്കാം. കള്ള് കുടിച്ചുപോയി, ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലാഹു പുറത്തേക്കാം ചിലപ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോട്ടറി അങ്ങനെയല്ല. ഞാനും എടുക്കും, താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട അദ്ദേഹം എടുക്കും, ഉസ്താദും എടുക്കും, എല്ലാരും എടുക്കും, ഓരോരുത്തരും എടുക്കും. അടിക്കുന്നത് എനിക്ക് മാത്രം. ആരുടെയൊക്കെ കണ്ണുനീരാണ് എന്റെ മക്കളുടെ പള്ളയിൽ പോയത്. ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ മുഹയ്യിസുദ്ദീൻ അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ ഇടുക്കി ജില്ലയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു. ശാന്തൻപാറ എന്ന് പറയുന്ന പേര് പോലെ ശാന്തമായ ജീവിതം നയിക്കുന്ന ഒരു പ്രദേശം, കാട്ടാനകളാൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു മലപ്രദേശം. ആ മലമ്പ്രദേശത്തെ പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. ആ ഉദ്ഘാടനം കഴിഞ്ഞു പോയി. പ്രസംഗം ഈ വിനീതനാണ്, ദുആ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദാണ്. ശ്രദ്ധിക്കണേ, ലോട്ടറി എടുക്കുന്നവർക്ക് ഇതിനപ്പുറം ഇനി ഒരു തെളിവ് തരേണ്ട കാര്യമില്ല. ഞാൻ പ്രസംഗിച്ചു, ഉസ്താദ് സദസ്സിൽ വന്നു, ഞാൻ പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു. ഈ പീഠവും കസേരയും ഒക്കെ എടുത്ത് പുറത്തിട്ടു. കാരണം ഉസ്താദിന് ഒരു രീതിയുണ്ട്, നിലത്തിരുന്നിട്ടേ ഉസ്താദ് എന്നും ചെയ്യുള്ളൂ. മുസല്ല വിരിച്ചു, എല്ലാവരും വന്നിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ,
ഇരിക്കുന്നതിൽ ഒരു സംഘാടകൻ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് എടുത്തു. ഇതുപോലെ കുപ്പി വെള്ളം ഉണ്ടല്ലോ, ഈ കുപ്പി വെള്ളം ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് വയറുവേദനയാണ്, ഒന്ന് ഊതി തരണമെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ സ്വതസിദ്ധമായ ശൈലി ഉസ്താദ് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകളോട് എന്നിട്ട് പൊരുത്തം ചോദിച്ചിട്ട് വാ, ഈ വെള്ളം അവർക്കൂടെ അവകാശപ്പെട്ടതാണ്. ലോകത്തെ ഏത് പണ്ഡിതന് ഇതിനു മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്? പറ. ഞാൻ പഠിച്ചിട്ടില്ല, ഇതെന്നാരും പഠിപ്പിച്ചിട്ടുമില്ല. ഇത് അത്തിപ്പറ്റ ഉസ്താദിനല്ലാതെ ലോകത്ത് വേറെ ആർക്കാണ് ഈ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയത്? അങ്ങനെ ആർക്കും മനസ്സിലൊരു ചിന്ത പോയിട്ടുണ്ട്? കുപ്പി വെള്ളം എടുത്തിട്ട് ഉസ്താദ് പറയുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ചെന്നിട്ട് പൊരുത്തം ചോദിക്കും, ഞാൻ ആ വെള്ളം എടുത്തോട്ടെ എന്ന് ചോദിക്കുക, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എന്നാൽ ഞാൻ അതിനകത്ത് ഊതിത്തരാം, ഇല്ലെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വാ, അതിൽ ഊതിത്തരാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോട്ടറി എടുക്കുന്നവർ അവസാനിപ്പിക്കണമുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ വൃത്തികെട്ട സംസ്കാരം കർണാടകത്തിലേക്ക് കടന്നു വന്ന് അത് നമ്മൾ നെഞ്ചിലേറ്റാൻ, നമ്മളത് സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ എത്ര വലിയ മഹാന്മാരുടെ അനുസ്മരണം നടത്തിയിട്ടും കാര്യമില്ല, എത്ര വലിയ മഖാമുകളുടെ ഉറൂസിന് കൊടിയേറ്റിട്ട് പോയാലും കാര്യമില്ല, എത്ര മജ്‌ലിസുൻ നൂർ നടത്തിയാലും വേസ്റ്റ്, എത്ര ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്താലും നഷ്ടം, അതിൽ ഒരു സംശയവും വേണ്ട. ലോട്ടറി എടുക്കുന്നവർ നാളത്തെ സുപ്രഭാതം കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പൊട്ടിപ്പുറപ്പെടും മുമ്പ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറപടച്ചവനെ സംഭവിച്ചു പോയി, ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്ക്, ഇല്ലെങ്കിൽ ഒരു ദുആയും സ്വീകരിക്കൂല, ഒരു ദുആയും സ്വീകരിക്കൂല, ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ലഹരി, ഇതുപോലുള്ള സാധനങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കഞ്ചാവ്, ഇതൊക്കെ നമ്മുടെ പള്ളയിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കൂല. അത് ഞാൻ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മിതത്വം പാലിക്കാൻ ഇസ്ലാം ആരാധനകളിൽ പോലും പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തേതാണ് ദുആ. നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇസ്ലാം എത്ര സരളമാണ്, എത്ര സിമ്പിളാണ് ഇസ്ലാം. ചില ആളുകൾ പറയും മുസ്ലിമായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, മുസ്ലിമായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ ദുരിതമാണ് എന്നൊക്കെ പറയും. നിങ്ങൾക്കറിയോ, മക്കയിൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യരുണ്ടായിരുന്നു, മുടിയൊക്കെ നരച്ച് പുരികം പോലും പുറത്തേക്ക് ചാടി, പുരികത്തിന്റെ മുടികളൊക്കെ കണ്ണിന്റെ പോളയെ മൂടി എന്ന് പറഞ്ഞാൽ അത്രയും പ്രായാധിക്യമെന്ന് കണ്ടിട്ടില്ല. പ്രായമാകുമ്പോൾ ഈ കണ്ണിന്റെ ഈ തൊലിയെല്ലാം കൂടെ താഴേക്ക് വന്നിട്ട് അയാൾ നോക്കുന്നത് തന്നെ വളരെ പണിപ്പെട്ടിട്ട് കൺപോള പിടർത്തിയിട്ടാണ് അയാൾക്ക് കാണാൻ പറ്റിയ. അത്രയും പ്രായാധിക്യം വന്നൊരു മനുഷ്യൻ ഒട്ടകക്കട്ടിലിന്റെ പുറത്ത് കയറിയിരുന്നു. പരിചാരകർ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പരിചയക്കാരൻ വഴിയിൽ വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? യുഖാലു ലഹു ആയിഷ, ഇയാളുടെ പേര് ആയിഷ എന്നാണ്, മക്കക്കാരനാണ്. ആയിഷയോട് ചോദിച്ചു, എങ്ങോട്ടാ? ഞാൻ മദീനയിൽ പോവാ. എന്തിനാ? എനിക്ക് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? അങ്ങനെ പറഞ്ഞ എന്താ, നീ എന്താ ആയിഷ ഈ ചിന്തിച്ചിട്ടായി പോകുന്നത്? നിസ്കാരം കൊണ്ട് നിന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ ആയിഷ ഒട്ടകക്കട്ടിലിരുന്ന് തലവളിയിട്ടിട്ട് ചോദിക്കുക, എടാ, അള്ള 24 മണിക്കൂർ തന്നിട്ട് 24 മിനിറ്റ് തിരിച്ച് റബ്ബിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് മനുഷ്യന്മാരാ നമ്മൾ? അതുകൊണ്ട് അത് വലിയൊരു ഭീകരമായ കാര്യമൊന്നുമല്ല. നിസ്കാരം അത് നമ്മുടെ കടമയല്ലേ? അവൻ പറഞ്ഞു, നോമ്പ് പിടിക്കേണ്ടി വരും. അത് 11 മാസക്കാലം യഥേട്ടം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും തന്നിട്ട് വർഷത്തിൽ 1 മാസം വ്രതാനുഷ്ഠാനം നടത്താൻ, അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, ബുഖറത്ത് മുതൽ അശീ വരെ, ആ നിലയിൽ നോമ്പ് പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. ശരീരത്തിനും നല്ലതല്ലേ? അതുകൊണ്ട് അത് വലിയൊരു കാര്യമല്ല. ആ സമയത്ത് ആയിഷയോട് കൂട്ടുകാര് പറഞ്ഞു, എടോ സക്കാത്ത് കൊടുക്കേണ്ടി വരും, നിനക്ക് പറ്റുമോ? ആ സമയത്ത് ആയിഷ പറയാണ്, എടാ 2.5% ഉള്ളൂ, 2.5% പാവപ്പെട്ടവന് കൊടുക്കണം, അത് അഴുക്കാണ്. നിങ്ങളൊക്കെ ചിക്കൻ വാങ്ങൂലേ? അല്ലേ? ചിക്കൻ വാങ്ങുമ്പോ അതിന്റെ തൂവലോട് കൂടിയിട്ടല്ലേ നിങ്ങൾക്ക് തൂക്കി തരുന്നത്, അല്ലേ? 1 കിലോ 100 രൂപയാണ്. കൂട്ടിക്കോ, 100 രൂപയ്ക്ക് നിങ്ങൾ ഒരു കോഴിക്കടയിൽ ചെന്നിട്ട് 2 കിലോ കോഴി, ഒരു കോഴി തൂക്കാൻ പറഞ്ഞു. അയാൾ കോഴി തൂക്കി, 2 കിലോ കോഴി ഉണ്ടായിരുന്നു. ഈ 2 കിലോ കോഴി നിങ്ങൾക്ക് തൂക്കി തന്നു. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അറുത്തു. എന്നിട്ട് അതിന്റെ ഈ തൂവലും അതിന്റെ വേസ്റ്റും ഒക്കെ എടുത്ത് കളഞ്ഞു. ശേഷം തൂക്കി നോക്കിയപ്പോൾ 1.400, 1.5 കിലോ പോലും ഇല്ല. ഈ 2 കിലോക്ക് ഞാൻ പൈസ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് തൂവലോടുകൂടി തിന്നുന്ന ആരെങ്കിലും പള്ളത്തൂരുണ്ടോ? അത് അഴുക്ക് കളയണ്ടേ?
പഴം വാങ്ങിയാൽ ആ പഴം തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ തൂക്കി വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ കൊടുത്ത പൈസക്ക് തൊലി കളഞ്ഞിട്ട് തിന്നുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തൊലിയോടൊപ്പം തിന്നുന്നു എന്ന് മൂരികൾ തിന്നും പോലെ തിന്നുന്നതാണോ നമ്മുടെ സമീപനമല്ല. വേസ്റ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ തിന്നുക. കടല വാങ്ങി കപ്പലണ്ടി വാങ്ങിയ തൊലി കളഞ്ഞിട്ടാണ് കപ്പലണ്ടി നമ്മൾ കഴിക്കുക. കടല അല്ലേ, അത് നമ്മൾ കഴിക്കുക. എന്ന് പറഞ്ഞാൽ വേസ്റ്റ് നമ്മൾ കളയേണ്ടത് കളയണം. 1 ലക്ഷം രൂപ നിന്റെ കയ്യിൽ അള്ളാഹു തന്നാൽ 2500 രൂപ അതിന്റെ വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് കൂടി നീ തിന്നാൻ തുടങ്ങിയാൽ നിന്റെ ബാക്കിയുള്ള പൈസ കൂടി നശിക്കും. ഒരു സംശയമില്ല. ആയിഷ പറഞ്ഞു, അഴുക്ക് കളയുന്നതിന് എന്താ പ്രശ്നം? മാലിന്യം പുറന്തള്ളുന്നത് നമ്മുടെ ബാധ്യതയല്ലേ, അതുകൊണ്ട് സക്കാത്തൊരു പ്രശ്നമല്ല, പോടാ വഴിമാറടാന്ന് പറഞ്ഞു. ഞാൻ മദീനയിലേക്ക് പോട്ടടാന്ന് പറഞ്ഞു. ഒരു നിവർത്തിയുമില്ല. യവനെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമവും നടത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ ആയിഷയുടെ കൂട്ടുകാര് വന്നിട്ട് പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞുടാ, വ്യഭിചരിക്കാൻ പറ്റൂല, നിന്റെ പണി അതാണല്ലോ, വ്യഭിചരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ആയിഷ പറഞ്ഞ എന്താണ്, ഈ പ്രായം ഇത്രയും വന്ന എനിക്കിനി എന്ത് വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് അയാള് പോകാൻ വേണ്ടി തന്നെ തീരുമാനമെടുത്തപ്പോഴേക്കും കൂട്ടുകാര് പറഞ്ഞു, നിനക്ക് കള്ള് കുടിക്കാൻ പറ്റൂല, കള്ള് കുടിക്കാൻ ഇനി പറ്റൂല. ആ സമയത്ത് അയാൾ ചോദിച്ചു, കള്ള് കുടിക്കാൻ പറ്റൂലേ? ഇല്ല. എന്നാൽ ഒട്ടകം തിരിക്കടാ, എനിക്ക് മദീനയിൽ പോകണ്ട. ഒട്ടകം തിരിക്കേ, എനിക്ക് വീട്ടിൽ പോയാൽ മതി. കള്ളു കുടിക്കാൻ എനിക്ക് വിലക്കുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ആയിഷയുടെ ഒട്ടകക്കട്ടിൽ ഒട്ടകം പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് തിരിഞ്ഞു. ഒട്ടകക്കട്ടിൽ നിലത്ത് വീണു. മണലിൽ കഴുത്ത് വന്നിടിച്ചിട്ട് ആയിഷ മണലാരുണ്യത്തിൽ കിടന്ന് കഴുത്തൊടിഞ്ഞിട്ട് ചത്തുപോയി. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ പറഞ്ഞതിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്കാരോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ദാനധർമ്മങ്ങളോ ഒന്നും നമുക്ക് ഒരു ഭീകരമേ അല്ല, ഒരു ബാധ്യതയേ അല്ല. എല്ലാം സിമ്പിളാണ്. 24 മണിക്കൂർ അള്ളാഹു നമുക്ക് ശ്വാസം വിടാൻ അവസരം തന്നില്ലേ? ആദ്യം എത്ര വഖത്തുണ്ടായിരുന്നു? ആദ്യം എത്ര വഖത്തുണ്ടായിരുന്നു നിസ്കാരം? അത് കർണാടകയിലും കേരളത്തിലുള്ള വ്യത്യാസമല്ല. ഈ മേറാജിന്റെ യാത്രയിൽ എത്ര നിസ്കാരം നിർബന്ധാക്കിയത്? എത്ര പറയും? അല്ലാഹു അക്ബർ. അറിയാം, പലരും പറയാത്തതാണ്. 50 അല്ലേ? ആരാ 5 ആക്കിയത്? 5 ആക്കിയത് ആരാ? അല്ലാഹു. ആരുടെ ഇടപെടല? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടപെടൽ. അതിനെ 3 ആക്കിയത് ആരാ? ചേകന്നൂർ. അള്ളാഹ് 50 ആക്കി, മൂസാ നബി 5 ആക്കി, ചേകന്നൂർ 3 ആക്കി, നമ്മൾ ഇല്ലാതാക്കി. 50 വഖത്ത് നിസ്കാരം അള്ളാഹു ആദ്യം നമുക്ക് നിർബന്ധമാക്കി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹ് 50 നിർബന്ധമാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ട് മാനിച്ചുകൊണ്ടാണ് 5 ആക്കിയത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അല്ല. എന്താ കാര്യം? 50 ആക്കിയിട്ട് 5 ആക്കി ചുരുക്കി തന്നത് എന്തിനാണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ഇളവ് തന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 50 വഖത്ത് നിസ്കാരമാണെങ്കിൽ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിനിടയിൽ 2 തവണ ബാങ്ക് വിളിക്കേണ്ട സമയം കഴിഞ്ഞു. 24 മണിക്കൂറല്ലേ? 50 വഖത്തിനെ ഒന്ന് കൂട്ടി നോക്ക്. ഒരു അരമണിക്കൂർ. പിന്നെ മൊയ്യാക്കന്മാർക്ക് ശമ്പളവും മുഅദ്ദിന്മാർക്ക് ശമ്പളവും കൂട്ടി കൊടുത്താലേ പറ്റുള്ളൂ. അതാണല്ലോ ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഈ ലൈറ്റ് അടിക്കാൻ കുഴപ്പമില്ല, കളർ ബൾബ് വയ്ക്കാൻ കുഴപ്പമില്ല, പള്ളി പെയിന്റ് അടിക്കാൻ പൈസ ഉണ്ട്, എന്ത് ആഡംബരം കാണിക്കാനും പൈസ ഉണ്ട്. ഉസ്താദ് ശമ്പളം കൊടുക്കാൻ മാത്രം ദാരിദ്ര്യം. അതാ എല്ലാ സ്ഥലങ്ങളിലും ലാ യസീദു വലാ യൻഖുസു. ക്ലോസറ്റിലെ വെള്ളം കണക്കാ, താരയില്ല പൊങ്ങയില്ല. അത് മാറണം. നല്ല കാശ് കൊടുക്കണം ഉസ്താദുമാർക്ക്, നല്ല പണം കൊടുക്കണം. അവർ വേറെ ഒരു ജോലിക്കും ഒരു സൈഡ് ബിസിനസിനും പോകാത്ത നിലയിൽ അവർക്ക് നല്ല കാശ് കൊടുക്കണം. അവരാണ് നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതങ്ങനെ തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ വേണ്ട ഹറമിൽ കൊടുക്കുന്ന ശമ്പളത്തിന്റെ 10 കൊടുത്താൽ മതി. അത്ര നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ 10 കൊടുത്താൽ നമ്മുടെ പള്ളിയിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു 50 ആക്കിയിട്ട് നേരെ 5 ആക്കി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിന്റെ പേരിലെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഉസ്റാക്കിയിട്ടല്ല, യുസ്റാക്കിയാണ് ദീനിനെ തന്നത്. ഇന്ന ദീന യുസ്റുൻ വലാ ഉസ്ർ. ദീന് വളരെ സരളമാണ്, സിമ്പിളാണ്, വളരെ 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 എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലഘുവാണ്.
അല്ലാതെ ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലല്ല ഇസ്ലാം ഉള്ളത്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ അറുക്കണമെന്ന് അല്ലാഹു അറിയിക്കുകയാണ്. മിനാ താഴ്വരയില് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് തന്റെ പൊന്നുമകൻ ഇസ്മാഈലിന്റെ കഴുത്തിലേക്ക് കത്തി വെച്ചറുക്കാൻ ഒരുങ്ങുമ്പോ അല്ലാഹു പറയുന്നു, ഇബ്രാഹിമേ നീ വിജയിച്ചിരിക്കുകയാ. അതുകൊണ്ട് ഇതാ നിനക്ക് ഞാനിതാ ഒരു ആടിനെ തരികയാണ്, ഒരു കിടാവിനെ തരികയാണ്, അറുത്തോ ബലി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരാടിനെ കൊടുത്തോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. എന്താണ് അതിന്റെ പൊരുളെന്നറിയോ? അള്ളാഹുവിന് അപ്പോഴാണ് ബോധം വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? തെറ്റിപ്പോയി അല്ല സഹോദരങ്ങളെ. അള്ളാഹു മകനെ അറുക്കാൻ പറഞ്ഞിട്ട് ഉടനെ പകരം ഒരു ആടിനെ കൊടുത്തിട്ട് പകരം ഒരാടിനെ കൊടുത്തിട്ട് അള്ളാഹു കൽപ്പിച്ചത് എന്തെന്നറിയോ? ഞാൻ നിനക്ക് ഭാരമാകുന്ന ഒന്നും നിന്നോട് പറയൂല. സ്വന്തം മോനെ ബലി കൊടുക്കുന്നത് ഭാരമാണ് ഇബ്രാഹിമേ, അത് നിന്നോട് ഒരിക്കലും ഞാൻ പറയൂല. അതുകൊണ്ട് നീ ഇത് അറുത്തോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഒരിക്കലും ഉസ്റാക്കുകയില്ല. യുസ്റാക്കിയേ നമുക്ക് കാര്യങ്ങൾ തരൂ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും അല്ലാഹു തആല ബലി നിർബന്ധമാക്കിയത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദര, ആരാധനയുടെ വിഷയങ്ങളിലേക്ക് വാ. ദുആയുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു അങ്ങേയറ്റം വേണ്ട ഇങ്ങേയറ്റം വേണ്ട. ഇനി ആരാധനകൾ ഓരോന്ന് നിങ്ങൾ എടുക്ക്. ഒളുവിന്റെ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. ഒരു ദിവസം മഹാനായ ഒരു സഹാബി ഒളുവെടുത്തുകൊണ്ടിരിക്കുകയാ. അതിലൂടെ റസൂലുള്ളാഹി നടന്നു വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, മോനെ ഇസ്റാഫ് പാടില്ല, അമിതം പാടില്ല, ദുർവ്യയം പാടില്ല. ചോദിച്ചു അല്ലാഹുവിന്റെ ഹബീബേ, ഈ ഖൈറായ കാര്യത്തിലും ഇസ്റാഫ് ഉണ്ടോ? ഈ ഒളുവിന്റെ വിഷയത്തിലും ദുർവ്യയമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒഴുകുന്ന വെള്ളത്തിലാണ് നീ ഒളുവെടുക്കുന്നതെങ്കിൽ പോലും, ഒളുവെടുക്കുന്നത് ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ പോലും നിനക്ക് മൂന്നിലധികം നീ ചെയ്യണ്ട. കാപ്പിയെ കുടിച്ചോളി. ക്ഷീണന്മാറ ഈ എന്താ പറയുന്ന അടികൊള്ളാൻ ചെണ്ടയും തുട്ടു വാങ്ങാൻ മാരാരും. പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും കുടിക്കുന്ന നിങ്ങളാ. ക്ഷീണം നിങ്ങൾക്ക്. അത് പിന്നെ ഞാൻ കുടിക്കാറില്ല, കൊണ്ടുവരണ്ട. ഞാൻ ഇത് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നീ ഒളുവെടുക്കുന്നത് ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിലും 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്യണ്ട. ചില ആളുകൾക്ക് വസുവാസു വരും. എന്താണെന്നറിയോ? ചില ആളുകൾക്ക് 10 പ്രാവശ്യം കൈ കഴുകിയാലും ഒരു തോന്നല്, ചിലപ്പോ അവിടെ നനഞ്ഞില്ലെങ്കിലോ ഇവിടെ നനഞ്ഞില്ലെങ്കിലോ. ഇത് നമ്മളെ വലയ്ക്കുന്ന വലഹാൻ എന്ന ശൈത്താനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെള്ളത്തിന്റെ വിഷയത്തിൽ നമ്മളെ വസ്വാസിലാക്കുന്ന ശൈത്താന്റെ പേരാണ് യുഖാലു ലഹു വലഹാൻ. കുളിച്ചാലും കുളിച്ചില്ല എന്ന് തോന്നുക, ഒഴിച്ചാലും അവിടെ വീണില്ല എന്ന് തോന്നുക. 500ന്റെ ടാങ്കിലെ വെള്ളം മുഴുവൻ കുളിച്ചാലും ഒരു പെണ്ണിന് വസ്വാസ് വീണ്ടും നമുക്ക് വെള്ളം തികഞ്ഞാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സദസ്സ് ചെന്നപ്പോ ദ്വാരക്കകത്ത് ഭാര്യയുടെ വസ്വാസ് മാറാൻ വേണ്ടി 500 രൂപ. കാരണം എന്താ? 2 ടാങ്ക് വെള്ളം വേണം, ഒന്ന് പാചകത്തിന്, ഒന്ന് ഒരു ടാങ്ക് വെള്ളം ഒക്കെ കുളിക്കാനും. കാരണം അവക്ക് എപ്പോഴും കുളിക്കുമ്പോ തോന്നുന്നത് നനഞ്ഞിട്ടില്ല എന്നാണ് ശരീരം. അത് വലഹാൻ എന്ന് പറയുന്ന ശൈത്താൻ ഇടപെടലാണ്. വേണ്ട. നിന്റെ ലന്നുൽ മുകല്ലഫ് ഫിൽ ഇബാദ, ആരാധനയുടെ വിഷയത്തില് ഒരു മനുഷ്യന്റെ ഭാവനയാണ്. ഓക്കെയാണ്. ചുമ്മാ ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട കാര്യമില്ല. മൂത്രമൊഴിച്ചിട്ട് എഴുന്നേറ്റ് വരുന്നവൻ വീണ്ടും മൂത്രത്തിന്റെ തുള്ളി വീണുപോയോ എന്ന് ആശങ്കപ്പെടുന്നതിന് പകരം കുറച്ച് വെള്ളം കൊടയണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് എന്തിനാ? ചുമ്മാ വസ്വാസം ഉണ്ടാക്കി നിസ്കാരം നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇസ്തിർഖാഉം ഇസ്തിബ്റാഉം. ഉസ്താദുമാർക്കൊക്കെ അറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം ചെയ്താൽ ഇസ്തിർഖാഉം ഇസ്തിബ്റാഉം ഒക്കെ ചെയ്തിട്ട് വേണം എഴുന്നേക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എണീറ്റ് വരാൻ. അല്ലാതെ ചെന്നുടനെ മൂത്രമൊഴിച്ച് ഉടനെ വാരി എടുത്തോണ്ട് വന്നാൽ ബാക്കി മുഴുവനും പള്ളിക്കകത്ത മുസല്ലയിലാ വീഴുന്നത്. ചില ആളുകൾ അവിടെ ഇരിക്കും, ലോഹറിന് പോയ അസർ വരെ. ഇത് രണ്ടും തെറ്റാ. ഇങ്ങേറ്റവും വേണ്ട അങ്ങേറ്റവും വേണ്ട. എന്താ ചെയ്യേണ്ടത്? നിനക്ക് സംതൃപ്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നിന്റെ തുണിയുടെ ഭാഗത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് എണീറ്റ് പോരും. പിന്നെ നിനക്ക് വസ്വാസ് വരൂല. ഇതെത്ര വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ചു. സിമ്പിളാണ് ഇസ്ലാം.
ഒരിക്കലും ആർക്കും ഭാരമുള്ളതല്ല. നമ്മൾ ഭാരം ഉണ്ടാക്കി വെച്ചതാ. ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. മസ്ജിദുൻ നബവിയുടെ ഇമാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ തൊട്ടടുത്ത പള്ളിയുടെ പേര് മസ്ജിദുൽ ഖുബാ. മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്താണ് ഖുബാ പള്ളിയുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. ആ പള്ളിയിലെ ഇമാമിന്റെ പേര് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് യാണ് മദീനത്തു മസ്ജിദുൻ നബവിയിലെ ഇമാം. മുആദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സങ്കടം വന്നു. എന്താണ് കാര്യമെന്നറിയോ? എന്റെ ഹബീബിന്റെ പിന്നിൽ നിസ്കരിക്കാൻ എനിക്ക് മാത്രം ഭാഗ്യമില്ല. കാരണം എനിക്ക് ഡ്യൂട്ടി ഖുബാ പള്ളിയില. എന്റെ അനുചര എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കല്ല റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിക്കാൻ കഴിയുമല്ലോ, എനിക്ക് ആ ഭാഗ്യമില്ലല്ലോ. സങ്കടം മാറ്റാൻ അദ്ദേഹം തന്നെ ഒരു ഹിക്മത്ത് കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പിന്നിൽ ചെന്ന് ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു. എന്നിട്ട് അവിടത്തെ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഖുബാ പള്ളിയിൽ വരും. ആ ഖുബായിൽ വന്ന് ശേഷിക്കുന്ന ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്നു. ഫുഖഹാക്കൾ അത് പഠിപ്പിച്ചല്ലോ. ഫർളായ നിസ്കാരം ആദ്യം നിസ്കരിക്കുന്നത് ഫർള്, അത് വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്താൽ രണ്ടാമത്തേത് സുന്നത്തായി പരിഗണിക്കപ്പെടുമെന്ന മുആദ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം മസ്ജിദുൻ നബവിയിൽ വന്ന് നബി തങ്ങളുടെ പിന്നിലും മഅ്മൂമായി നിസ്കരിക്കുന്നു. എന്നിട്ട് നേരെ ഖുബാ പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഇമാമത്തായി നിൽക്കുന്നു. എന്നാൽ മൂപ്പര് ചെറിയ സൂറത്ത് ഓതണ്ടേ? ഓതുന്നത് വലിയ സൂറത്തുമാണ്. ഇവിടത്തെ ജമാഅത്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇമാമത്ത് നിൽക്കുമ്പോൾ വലിയ സൂറത്ത്. ഒരു ദിവസം നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയപ്പോ പിന്നിൽ നിന്ന മഅ്മൂമീങ്ങളിൽ ഒരാൾ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി നിസ്കരിച്ചിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആളുകൾ പറഞ്ഞു, ഇന്ന ആളാ പണി ചെയ്തു. മുആദ് ബിൻ ജബൽ തങ്ങൾ കരുതി വന്നത് മുനാഫിക്കാകുമെന്ന്. മദീനയിൽ അങ്ങനെ ഉണ്ടല്ലോ, വന്നത് മുനാഫിക്കാകുമെന്ന് കരുതിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹു ഹുവ മുനാഫിഖ്, അവൻ മുനാഫിക്കാകാൻ സാധ്യതയുണ്ട്. ഇത് കേട്ട ആളുകൾ അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു, പള്ളിയിലെ ഇമാം നിങ്ങളെ മുനാഫിഖ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് പോകുന്ന വഴികള്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ അന്ന് പ്രശ്നം ഉണ്ടാവും. ഒന്നും അല്ലെങ്കിൽ ഉസ്താദിന്റെ മേലിൽ പോക്സോ കേസ് വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ 80% പോക്സോ കേസും വ്യക്തിവൈരാഗ്യങ്ങളാണ്. 20% ഞരമ്പ് രോഗികളുണ്ട്. അത് ഉള്ളത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. അത് പിന്നെ കേസിന്റെ വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ഉള്ളത് ഈ പണി ചേർന്നതല്ല, അതൊക്കെ ശരിയാ. പക്ഷെ 80%-ൽ 30% വരുന്നത് 30%വും കുട്ടികളെ അടിക്കുന്നതാണ്. പഠിക്കാൻ വേണ്ടി അടിക്കും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങൊന്നുമല്ല, നമുക്ക് അത്രയും വലിയ പ്രായമൊന്നുമില്ല. ആ നിലയിൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാര് പറയുന്നത് ഉസ്താദ് അടിക്കുന്ന ഭാഗം സ്വർഗത്തിൽ പോകുന്ന. അതുകൊണ്ട് എവിടെ കിട്ടിയാലും മറുസ്ഥലം കൂടെ കാണിച്ചു കൊടുക്കും, അവിടെ കൂടെ പോട്ടെ, അവിടെ നരകത്തിൽ പോട്ടെ. ആ നിലയിൽ ഉസ്താദന്മാരുടെ അടി വാങ്ങി പിടിച്ചത് കൊണ്ടാണ് നിവർന്ന് നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഏതെങ്കിലും ആരാന്റെ മക്കളെ അടിച്ചു നോക്കും, വിവരം അറിയും. അവർക്ക് പ്രിറ്റന്ത് 13 കൊല്ലം അകത്തായിരിക്കും പോക്സോ. തിരുവനന്തപുരം ജില്ലയിലിരിക്കുന്ന ഞങ്ങൾ പത്രം വായിക്കും. എന്താണ്? പള്ളത്തൂരിൽ പോക്സോ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റ്. എന്താ സംഭവിച്ചത്? മദ്രസയിൽ ഒരു അടി കൊടുത്തു പഠിക്കാത്തതിന്. അല്ലെങ്കിൽ അവൻ ശംഭു വെച്ചു, അല്ലെങ്കിൽ അവൻ തമ്പാക്ക് ചവച്ചു, അല്ലെങ്കിൽ എന്താണ് ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവന്റെ ഖുർആനിന്റെ ഇടയിൽ അവന് ലോട്ടറി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഉസ്താദ് ഒരു അടിയടിച്ചു. അവന്റെ വാപ്പാക്ക് സഹിച്ചില്ല, യവനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ബാലാവകാശ കമ്മീഷനിൽ. എന്താണ് കേസ്? പോക്സോ. അല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ എന്റെ നാട്ടുകാർ വായിക്കുമ്പോ എന്താണ്? പള്ളത്തൂരിൽ മദ്രസ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റ്. അപ്പം അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്താ അറിയാലോ? പോക്സോ എന്ന് പറയുമ്പോ ഏതാന്ന്? ഇതാണ് 30%. പിന്നെ വരുന്ന 50% വ്യക്തി വൈരാഗ്യങ്ങള്, സംഘടനാ വൈരാഗ്യങ്ങള്. 3-ാം പാർട്ടിക്ക് വിളിച്ചിട്ട് വരാത്തത്, കൊച്ചിന്റെ നൂലുകെട്ടിന് വിളിച്ചിട്ട് വരാത്തത്, എന്റെ ഉമ്മയുടെ കബറടക്കത്തിന് മാത്രം നിങ്ങൾ വരാത്തത് എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആളുകൾ കൊടുക്കുന്ന വൈരാഗ്യത്തിന്റെ പേരിലുള്ളതാണ് 50% വരുന്ന പോക്സോ കേസുകൾ. പക്ഷെ ഉമ്മത്തിനോടാ കളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉലമാക്കൾക്ക് കുടുംബമുണ്ട്, അവർക്കും ഒരു ഭാര്യയുണ്ട്, അവർക്കും മക്കളുണ്ട്. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. വൈരാഗ്യത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന സമുദായത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ
പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചിട്ട് നാണം കേടുണ്ടാക്കുന്ന അവസ്ഥയിൽ പല സ്ഥലങ്ങളിലൊക്കെ ചില മിടുക്കന്മാര് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് പള്ളിയിലെ ഉസ്താദിനെ കുടുക്കിയിട്ട് ഉസ്താദിനെ വിളിക്കാൻ ഫോണില് അത് റെക്കോർഡ് ചെയ്തു. എങ്ങനെയുണ്ട് ഉസ്താദെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് ഉളുപ്പില്ലാതെ ഒരു പെണ്ണിന്റെ സംസാരമാണ്. ഞങ്ങളുടെ നാട്ടില തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത് പോട്ടെ, എന്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് എവിടെന്നാ പോയത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ മുനാഫിഖ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രശ്നമുണ്ടാക്കി. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുനാഫിഖ് എന്ന് വിളിച്ചു എന്ന പരാതി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന ആ സഹാബി പറഞ്ഞു. നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു വാദിയും പ്രതിയും എന്ന് കോടതിയുടെ മുന്നിൽ. നബി തങ്ങൾ ചോദിച്ചു, മുആദേ നീ മുനാഫിഖ് എന്ന് വിളിച്ചോ? വിളിച്ചു നബിയെ. എന്താ? നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ചിട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിച്ചു പോയപ്പോ ഞാൻ കരുതി ഇയാൾ മുനാഫിഖ് ആയിരിക്കുമെന്ന്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, ശരിയാണോ? അതേ നബിയെ. എന്താ അങ്ങനെ ചെയ്തത്? എനിക്ക് മൂത്രത്തിന്റെ പ്രശ്നമുണ്ട്. ഇദ്ദേഹം ഇവിടെ വന്ന് ജമാഅത്തിന് ഇമാമമായി നിന്നിട്ട് അവിടെ വന്ന് ഇമാമത്ത് നിൽക്കും, എന്നിട്ട് ചെറിയ സൂറത്ത് ഓതണ്ടേ, വലിയ സൂറത്തെ ഓതുള്ളൂ, എത്രയെന്നും പറഞ്ഞ് പുറകിൽ ഞാൻ നിൽക്കും. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത വന്നു, ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് പോയി.